ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉഹുദ് യുദ്ധത്തെക്കുറിച്ചാണ്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ രണ്ടാമതായി എണ്ണപ്പെടുന്ന ഒരു യുദ്ധമാണ് ഉഹുദ് യുദ്ധം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബദർ യുദ്ധമാണ്, ഒന്നാമത്തെ യുദ്ധമായ ബദർ യുദ്ധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. യഥാർത്ഥത്തിൽ അക്രമത്തിൻ്റെ പാത ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഈ ബദർ യുദ്ധം എന്ന് പറയുന്നത്. ബാക്കി അതിനു മുമ്പുള്ള ചെറിയ ചെറിയ സംഘടനകളൊന്നും ഈ ഔദ്യോഗിക തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളല്ല. എന്ന് വെച്ചിട്ട് അങ്ങനെ സംഘടനകൾ ഇല്ല എന്നല്ല. ആ സംഘടനകളുടെയൊക്കെ പരിണിത ഫലമായി സംഘടനം ഔദ്യോഗികമായി അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി ഭൂമിയിലേക്ക് വന്ന് മുസ്ലിങ്ങളോടൊപ്പം പോരാടുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ട ഒന്നാണ് ഈ ബദർ യുദ്ധം. ഉഹുദ് യുദ്ധത്തിലേക്ക് വരുമ്പോൾ ബദർ യുദ്ധം കഴിഞ്ഞ് ഒരു വർഷം ഒരു മാസവും കഴിഞ്ഞിട്ടാണ് ഉഹുദ് യുദ്ധം സംഭവിക്കുന്നത്. അഥവാ ഹിജ്റ 3-ാം വർഷം ഷാബാൻ 15-നാണെന്നാണ് പ്രബലമായ റിപ്പോർട്ട്. ഏതായാലും നമുക്ക് ഉഹുദ് യുദ്ധത്തെക്കുറിച്ചുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് പരിശോധിക്കാം. ബദർ യുദ്ധത്തിൽ സംഭവിച്ച അപ്രതീക്ഷിതമായ പരാജയം മുസ്ലിങ്ങളോട് പകരം വീട്ടാൻ മറ്റൊരു യുദ്ധം നയിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ മുശ്രിക്കുകളെ പ്രേരിപ്പിച്ചത് സ്വാഭാവികമായിരുന്നു. ഈ ചിന്തയുടെ ഫലമായി ഉടലെടുത്ത ഉഹുദ് യുദ്ധം വിവരിക്കുന്നതിന് മുമ്പ് ചില സംഭവങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ബദറിൽ മുശ്രിക്കുകൾ പരാജയപ്പെടുകയും മുസ്ലിങ്ങൾ വിജയിക്കുകയും ചെയ്തത് മദീനയിലെ ബൈനു ഖൈനുഖാവ് യഹൂദർക്ക് ഏറ്റവും വലിയ വിഷമം സൃഷ്ടിച്ചു. അവർ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ കരാർ ലംഘിക്കുകയും ഒരു അൻസാരി സ്ത്രീയെ അപമാനിക്കുകയും ചെയ്തു. കരാർ ലംഘനത്തിൻ്റെ ഭവിഷ്യത്തിനെപ്പറ്റി നബി അവരെ ഓർമ്മപ്പെടുത്തി. അവർ കോട്ടക്കുള്ളിൽ ഒളിച്ച് പരസ്യമായി സംഘടനത്തിൻ്റെ മാർഗം സ്വീകരിച്ചു. ബദർ യുദ്ധത്തിൽ ഖുറൈശികളുടെ പരാജയത്തെക്കുറിച്ച് മദീനയിലെ ജൂതവംശർ യഹൂദരായിട്ടുള്ള ആളുകൾ ചർച്ച ചെയ്യുകയും അവർക്കത് വലിയൊരു വിഷമമുണ്ടാക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ബനു ഖൈനുഖാവ് പോലെയുള്ള ഗോത്രങ്ങൾ ഈ ഒരു മുസ്ലിങ്ങൾ ചെയ്ത അക്രമത്തിനെതിരെ പ്രതികരിക്കുകയും അത് അക്രമമാണ്, കൊള്ളയാണ് എന്ന് മനസ്സിലാക്കിയത് സധൈര്യത്തോടുകൂടി വിളിച്ചു പറയുകയും പ്രവാചകനോടും സഹാബത്തിനോടും അത് അറിയിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത്. ഇത്തരം ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തിരിച്ചടിക്കുന്ന ഖുറൈശികളുടെ ഭാഗത്തുനിന്ന് ഖുറൈശികളുമായി യോജിപ്പുള്ള ആളുകളെല്ലാം തന്നെ മുസ്ലിങ്ങളെ തിരിച്ചടിക്കുന്ന ആ ഒരു മനോഭാവം കാത്തു സൂക്ഷിച്ചതായിട്ട് നമുക്ക് ഇത് വായിച്ചു പോകുമ്പോൾ മനസ്സിലാകും. നമ്മളത് വായിക്കുമ്പോൾ സാധാരണഗതിയിൽ ഉസ്താദുമാർ ഈ സംഭവങ്ങളെ വിവരിക്കുമ്പോൾ ജൂതന്മാരായിട്ടുള്ള ആളുകളാണെങ്കിലും ഖുറൈശികളായിട്ടുള്ള ആളുകളാണെങ്കിലും അന്യായമായി പ്രവാചകനെ സ്വഹാബത്തിനെയും ആക്രമിക്കുന്നു എന്ന തരത്തിൽ അവതരിപ്പിക്കുക സ്വാഭാവികമാണ്. ബദർ പോലെയുള്ള ഒരു കൊടിയ അക്രമം ചെയ്ത മുസ്ലിങ്ങളോട് തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം എന്നുള്ളത് അവരുടെ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ആക്ച്വലി എന്നത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത് ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി തന്നെയാണ്. അത് ഖുറൈശികളായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു യുദ്ധവുമാണ്. ബദർ യുദ്ധം കൊണ്ട് ഖുറൈശികൾക്കുണ്ടായ പരിക്കിൻ്റെ ആഘാതത്തിൽ നിന്നുകൊണ്ടാണ് അതിന് പകരം വീട്ടണം എന്ന ലക്ഷ്യവുമായിട്ട് തന്നെയാണ് ഖുറൈശികൾ ഈ ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടുമായിട്ട് വന്നത്. റസൂലും സഹാബത്തും അതിനെ തടയാൻ ശ്രമിക്കുകയും പിന്നീട് അങ്ങോട്ട് എന്താണ് നടന്നത് എന്നുള്ളതൊക്കെയാണ് പിന്നീട് നമ്മൾ വായിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ബനു ഖൈനുഖാവ് ഗോത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒക്കെ പരസ്യമായിട്ട് തന്നെ അവരെ ഉപരോധിച്ചു. നബി 15 ദിവസം അവരുടെ കോട്ട ഉപരോധിച്ചു. ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ലെന്ന ബോധ്യമായപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് മദീന വിട്ടു പോകാമെന്നും ധനം മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കാമെന്നും അവർ സമ്മതിച്ചു. അവരൊരു കോട്ടക്കുള്ളിൽ പോയി ഒളിച്ചു. ആ കോട്ടക്കകത്ത് നിന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും അവരതിനെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 15 ദിവസം ആ കോട്ട ഉപരോധിച്ചത് കൊണ്ട് ഈ നബിയും സ്വഹാബത്തും അവരാണല്ലോ അവിടെ ഭൂരിപക്ഷവും, അതുപോലെ തന്നെ അവരാണല്ലോ അവിടെ ഭരണം കൈയാളുന്നത്. സ്വാഭാവികമായിട്ടും ഈ 15 ദിവസം കൊണ്ട് തന്നെ ഈ പറയുന്ന ഗോത്രത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും അവർ നബിയോട് ധനം മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചുകൊണ്ട് 3 ദിവസത്തിനുള്ളിൽ അവർ സിറിയയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, ഏത് ഗോത്രമാണെങ്കിലും അതിൽ പുരുഷന്മാർ മാത്രമല്ല ഉണ്ടാവുക,
അവർക്ക് ഭാര്യമാരുണ്ടാവും, മക്കളുണ്ടാവും, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാവില്ലേ. അങ്ങനെ ജീവിക്കുന്ന ഗോത്രങ്ങളെ ഈ തരത്തിൽ ഉപരോധിക്കുമ്പോൾ, ഇപ്പോൾ ഷിഹാബു അബി മലഞ്ചെരുവിൽ നബിയെയും സ്വഹാബത്തിനെയും ഉപരോധിച്ച് 3 വർഷം അവർ പട്ടിണി കിടന്ന് ആടുകൾ കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഘട്ടത്തിൽ അവരനുഭവിച്ച വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നബിയും സ്വഹാബത്തും അവിടെ അനുഭവിച്ച വേദന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതേ വേദനയാണ് ഈ പറയുന്ന ഗോത്രങ്ങൾ അവിടെ അനുഭവിച്ചത്. മക്കയിൽ പുതിയൊരു ആശയമായി കടന്നു വന്ന നബിയെയും സ്വഹാബത്തിനെയും ഒക്കെ അവർക്കത് അസഹനീയമായതുകൊണ്ട്, അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്കെതിരായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഇവർക്ക് ഉപരോധം സൃഷ്ടിച്ചു. അന്ന് ഈ നബിയും സ്വഹാബത്തും അനുഭവിച്ച ആ ഒരു അവസ്ഥ നബിയും സ്വഹാബത്തും ഇന്ന് യഹൂദർക്കെതിരെ കൃത്രിമമായി ഉണ്ടാക്കുകയാണ്. യഹൂദർ യഥാർത്ഥത്തിൽ നബിയെയും സ്വഹാബത്തിനെയും ഏതെങ്കിലും നിലക്ക് അവിടെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ബദറിൻ്റെ അനന്തരഫലമായിട്ടുള്ള അവരുടെ വേദനയിൽ നിന്നാണ്. ഇതിനെല്ലാം കാരണമാകുന്നതും ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നതും ആരാണ് എന്നുള്ളതാണ് നമ്മൾ അടിവരയിട്ട് ചിന്തിക്കേണ്ടത്. ഇനി ഇവിടെ സംഭവിച്ചത് എന്താണ്? ധനം മുഴുവനും മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവർ 3 ദിവസത്തിനുള്ളിൽ സിറിയയിലേക്ക് പോയി. ഈ ധനം മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഈ ഗോത്രത്തിലുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന നിരാലംബരായ ഈ ആളുകൾ എന്താണ് ഭക്ഷിക്കുക? അവരെത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടാകും? ഈ ഷിഹാബു അബി മലഞ്ചെരുവിൽ കഷ്ടപ്പെട്ടത് മാത്രമാണോ കഷ്ടപ്പാട്? അവർ മാത്രമാണോ മനുഷ്യർ? ഷിഹാബു അബി മലഞ്ചെരുവിൽ മുസ്ലിങ്ങളും പ്രവാചകനും അനുഭവിച്ച അതേ വിഷമം ഈ പറയുന്ന യഹൂദ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്കില്ലേ? അവരാ വിശപ്പ് അനുഭവിച്ചില്ലേ? അവരിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് വിശന്നിട്ട് ആർത്ത് കരഞ്ഞിട്ടുണ്ടാവില്ലേ? അതിന് വിലയില്ലേ? ആകെ പ്രവാചകനും സ്വഹാബത്തിനും മാത്രമാണോ വിശപ്പും ദാഹവും ഒക്കെ ഉള്ളത്? ഈ പറയുന്ന യഹൂദർക്കെന്താ വിശപ്പും ദാഹവും ഒന്നുമില്ലേ? അവരവരുടെ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണല്ലോ അവർ സിറിയയിലേക്ക് പോകുന്നത്. ഈ പറയുന്ന മക്കയിൽ നിന്ന് മുസ്ലിങ്ങൾ ഈ ബദർ യുദ്ധത്തിൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ നമ്മളോട് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചതാണ്, അവർ ജനിച്ച വീടും നാടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഹിജ്റ പോയില്ലേ? അവരെന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്ന്. മദീനയിൽ ഈ പ്രവാചകൻ കാണിച്ചത് എന്താ? അവർ കാണിച്ചത്, ഖുറൈശികൾ കാണിച്ചത് അവരൊരു ഇതുപോലുള്ളൊരു കാരുണ്യത്തിൻ്റെ മതത്തിൻ്റെ വക്താക്കളൊന്നും അല്ല. ഇനിയിപ്പോൾ ഈ വാദത്തിന് വേണ്ടി ഇതൊക്കെ സമ്മതിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ തന്നെ ഒരു കാരുണ്യത്തിൻ്റെ ദർശനം, ഇസ്ലാമിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രത്യേക കാരുണ്യമാണ് കേട്ടോ, അത് മറ്റൊരു വിഷയമാണ്. ഈ കാരുണ്യത്തിൻ്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളുകളല്ല ഖുറൈശികൾ. എന്നാൽ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായി അവതരിച്ച ഈ സ്വഹാബത്തും ഈ പ്രവാചകനും ഒക്കെ ലോകാവസാനം വരെയുള്ള കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രവാചകനാണ്. അദ്ദേഹം പ്രവർത്തിച്ച കാരുണ്യത്തിൻ്റെ രൂപമാണിത്. ഈ പ്രവാചകനും ആ ഖുറൈശികളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴൊക്കെയും ഞാൻ പറയുന്നത്, ഇതിലൊന്നും തന്നെ ദൈവികമായ ഒരു സംഭവവുമില്ല. ദൈവം കൽപ്പിച്ചിട്ട് തൗഹീദിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങളൊന്നുമല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇനി അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വേറെ കുറച്ച് യുദ്ധങ്ങളുണ്ട്. മുഅ്മിനീങ്ങൾ തമ്മിൽ തന്നെ, സത്യവിശ്വാസികളായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം ഉറപ്പ് നൽകിയ, വായ കൊണ്ട് ഇന്ന ആൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ആളുകൾ തമ്മിൽ പരസ്പരം കൊന്നു കൊലവിളിച്ച യുദ്ധങ്ങൾ ഇനി വരാൻ കിടക്കുകയാണ്. അത് ഏത് തൗഹീദിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്? അത് ഏത് യഹൂദരെ അവരെ പ്രയാസപ്പെടുത്തിയിട്ടാണ്? അത് ഏത് ഖുറൈശികൾ ഉപരോധം നടത്തിയിട്ടാണ്? ചിന്തിക്കുക. വിശേഷ ബുദ്ധി എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെക്കാനുള്ളതല്ല എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ. ബാക്കി എന്താ പറഞ്ഞത് നോക്കാം. ബദർ യുദ്ധത്തിലെ തോൽവിയിൽ രോഷാകുലനായ അബൂ സുഫിയാൻ മുഹമ്മദിനെ ആക്രമിക്കാതെ തലയിൽ വെള്ളമൊഴിക്കില്ല എന്ന് ശപഥം ചെയ്തു. 200 പേരടങ്ങിയ ഒരു സൈന്യവുമായി പുറപ്പെട്ട അദ്ദേഹം ചില ഖുറൈശി ഭടന്മാരെ മദീനയിലേക്ക് അയച്ചു. അവർ ഒരു അൻസ്വാരിയെ വധിക്കുകയും ചില ഈന്തപ്പനകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. നബി 200 പേരടങ്ങിയ ഒരു സൈന്യത്തെയും കൊണ്ട് അവരെ നേരിടാൻ പോയെങ്കിലും അവർ ഓടി രക്ഷപ്പെട്ടു. ഗോതമ്പ് മാവിൻ്റെ ചാക്കുകൾ വലിച്ചെറിഞ്ഞു പോയതിനാൽ ഇതിന് ഗോതമ്പ് മാവ് യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ യുദ്ധമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതൊന്നും യുദ്ധമല്ല. ഇന്ന് നമ്മൾ യുദ്ധം എന്ന് പറയുമ്പോൾ ഇന്ന് 2025 അല്ലെങ്കിൽ 2024 നമ്മൾ കാണുന്ന ഇസ്രായേൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഉക്രൈൻ പോലുള്ള ആ യുദ്ധങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു പിക്ചറുണ്ട്. അതുപോലത്തെ ഏതെങ്കിലും ഒരു സംഭവം ഇതിനകത്തുണ്ടോ? അതുപോലെയുള്ള എന്തെങ്കിലും ആണോ ഇത്? പ്രവാചകൻ്റെ നേതൃത്വത്തിൽ, പ്രവാചകൻ്റെ ആത്മീയ നേതാവാണ്. ആ നേതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും പട്ടാളക്കാരാണ്, എല്ലാവരും പോരാളികളാണ്. അല്ലാതെ പ്രവാചകൻ ഒരു ഭരണാധികനായിട്ട് അവിടെ ഇരിക്കുകയും പട്ടാളക്കാരെ, സൈന്യത്തെ പറഞ്ഞയക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് നടക്കുന്ന യുദ്ധം പോലെയുള്ള ഒരു യുദ്ധമൊന്നുമല്ല ഇത്.
ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഇത്തരം ഗോത്രങ്ങൾ പതിയിരുന്ന് മറ്റുള്ള ഗോത്രങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സമ്പ്രദായം ഈ പറയുന്ന അറേബ്യയിൽ ഉണ്ടായിരുന്നു. അവിടെ ഇസ്ലാമോ അല്ലെങ്കിൽ ഖുറൈശികളുടെ മതമോ അങ്ങനെയുള്ള മതങ്ങളുടെ പേരിലുള്ള ഒരു സംഘടനമൊന്നുമല്ല. അവർ ഈ പറയുന്ന പോലെ ഗോത്രങ്ങളെ കൊള്ളയടിച്ചിട്ട് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് അവരൊരു സംഭവം അവരുടെ ഗോത്രം വിശാലമാക്കി വലുതാക്കി അങ്ങനെ അവർ അതിനൊരു നേതാവിനെ നിശ്ചയിച്ച് അങ്ങനെ ജീവിക്കുന്നൊരവസ്ഥയാണ്. ഗോത്രീയമായ ഒരു ജീവിതമാണ്. രാജ്യങ്ങളുടെ ഒരു ജീവിതം ഇന്ന് കാണുന്ന പോലുള്ളൊരു അവസ്ഥ അല്ല. രാജ്യവും തമ്മിലുള്ള ഒരു യുദ്ധമല്ല അന്ന് നടക്കുന്നത്. പിന്നീടാണ് മദീന ഒരു രാജ്യമായിട്ട് ആ ഒരു തലത്തിലേക്ക് വരുന്നത്. ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവങ്ങൾ നടക്കുമ്പോഴൊന്നും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അങ്ങനെയുള്ളൊരു അവസ്ഥയൊന്നുമില്ല. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്ന് പറയുന്ന അവസ്ഥയൊന്നുമല്ല. ഈ പറയുന്ന കൊള്ളകൾ നടത്തി ആ കൊള്ള സമ്പത്തും അതുപോലെ തന്നെ അവിടെ പിടിക്കപ്പെട്ട ആളുകളും കീഴടക്കിയ ഗോത്രങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട് പരസ്പരം ഒരു വലിയ ഗോത്രമായി അതൊരു വലിയ നാട് പോലെയായി അതിൻ്റെ ഭരണാധികാരി ഒരു നേതൃസ്ഥാനത്ത് പ്രവാചകൻ ഇരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളാണ്. ഈ ഉഹദ് യുദ്ധത്തിലും ബദർ യുദ്ധത്തിലും ഏത് യുദ്ധത്തിലാണെങ്കിലും നബി പങ്കെടുത്തതിലൊക്കെ നബിയും ഈ ആളുകളെ പോലെ പോരാളിയാണ്. നബി നേതാവാണ്, രാജാവാണ് എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നൊരവസ്ഥയൊന്നുമില്ല. നബിയും അതിൽ ചെയ്യാൻ കഴിയുന്ന അക്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഉഹദ് യുദ്ധത്തിൽ തന്നെ ഒരാളുടെ കഴുത്തിന് കുന്തം കൊണ്ട് കുത്തുന്നത് പ്രവാചകനാണ്. അപ്പോൾ അത് നമ്മൾ വായിക്കുന്നുണ്ട് ഈ ചരിത്രത്തിൽ. ബാക്കി എന്താ പറഞ്ഞു നോക്കാം. അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെട്ട് മക്കയിൽ എത്തിയെങ്കിലും കച്ചവടത്തിൻ്റെ ലാഭവീതം ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്തില്ല. മുഹമ്മദിനോടുള്ള പകരം വീട്ടുന്ന മറ്റൊരു യുദ്ധം നയിക്കാനായി 50 ദിനാർ വരുന്ന ലാഭത്തുക നീക്കിവെക്കുകയായിരുന്നു. ബദർ യുദ്ധത്തിൽ ഇവരുടെ ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവരുടെ പ്രമാണിമാരായിട്ടുള്ള പലരും വധിക്കപ്പെട്ടു. ഈ 70 പേര് വധിക്കപ്പെട്ടു നമ്മൾ നേരത്തെ വായിച്ചതാണല്ലോ. ആ വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഖുറൈശികളുടെ പ്രമാണികളായിട്ട് അവരെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ഗോത്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവഡ് ആയിട്ടുള്ള നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരുടെ കുടുംബങ്ങളാണ് വഴിയാധാരമായത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങനെ ഒരു നഷ്ടം അവരൊരിക്കലും തന്നെ പ്രതീക്ഷിച്ച കാര്യമല്ല. ഈ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ കൊള്ള മുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കവരുടെ ജീവനും കൊണ്ട് തിരിച്ചു വരാം. സമ്പത്ത് പിന്നീടും ഉണ്ടാക്കാം. പക്ഷെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അതുവഴി അനാഥരാക്കപ്പെട്ട കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ അനാഥ കുഞ്ഞുങ്ങളായി യതീം കുട്ടികളായിട്ടാണ് അവരുടെ കൺമുമ്പിലുണ്ടാവുക. സ്വാഭാവികമായിട്ടും അവർ അതിന് പ്രതികാരം ചെയ്യുക. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കിയ ആളുകളോട് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ഭരണ വ്യവസ്ഥയും നീതിപീഠങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ടല്ല ചെയ്യുക, നിയമപരമായിട്ടാണ് നമുക്ക് നീതിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു കോടതിയോ കാര്യങ്ങളോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ സ്വയം തന്നെ നീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ലാഭത്തുക ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഖുറൈശികൾ എല്ലാവരും കൂടെ ഐക്യകണ്ഠേന തീരുമാനിക്കുകയാണ്. അത്രയേറെ വിഷമമുണ്ടാക്കിയിട്ട് അവരെ മനസ്സിനെ പിടിച്ചുലച്ച ഒരു കാര്യമായതുകൊണ്ടാണ് അബൂ സുഫിയാൻ ഇനി ഇതിനൊരു നീതി സ്ഥാപിച്ചിട്ടല്ലാതെ ഞാൻ കുളിക്കില്ല എന്നൊരു ശബ്ദം വരെ എടുത്തത്. അബൂ സുഫിയാൻ ഖുറൈശികളിൽ നിന്ന് അവരുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്ന വിവിധ ഗോത്രങ്ങളിൽ നിന്നുമായി 3000 പേരടങ്ങിയ ഒരു സൈന്യവുമായി മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് മദീനയിലേക്ക് പുറപ്പെട്ടു. പുരുഷന്മാർ തോറ്റോടുമ്പോൾ അവരെ മുന്നോട്ട് തന്നെ തള്ളിവിടാൻ പ്രമുഖരുടെ ഭാര്യമാരും സൈന്യത്തെ അനുഗമിച്ചു. കൂടെ കൊഴുപ്പുകൂട്ടാൻ ഗായികമാർ, വീണവാദ്യങ്ങൾ, മദ്യം എന്നിവയും. ബദറിൽ നബി വെറുതെ വിട്ട അബൂ അസ്സ നബിയുമായി ഉണ്ടാക്കിയ കരാർ ലംഘിച്ച് പ്രലോഭനങ്ങൾക്ക് വഴങ്ങി സൈന്യത്തിൽ ചേർന്നു. അദ്ദേഹവും കഅബ് ബിൻ അഷ്റഫും കവിതകൾ കൊണ്ട് ജനങ്ങൾക്ക് ആവേശം പകർന്നു. ശത്രുക്കളുടെ പുറപ്പാടിനെ പറ്റി നബിക്ക് വിവരം ലഭിച്ചു. മദീനക്ക് പുറത്തു വെച്ച് ശത്രുവിനെ നേരിടുകയോ അതോ മദീനയിൽ വെച്ച് തന്നെ നേരിടുകയോ ഏത് വേണമെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കം വന്നു. ബദറിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ യുവാക്കളാണ് ഭൂരിപക്ഷം. ശത്രുവിനെ മദീനക്ക് പുറത്തു വെച്ച് തന്നെ നേരിടുമെന്നായിരുന്നു അവരുടെ അഭിപ്രായം. പ്രായമുള്ളവരുടെ അഭിപ്രായം ശത്രുക്കൾ മദീനക്കുള്ളിൽ പ്രവേശിച്ച് അവരെ നേരിട്ടാൽ മതിയെന്നായിരുന്നു. ഈ പ്രായമുള്ള ആളുകളുടെ തീരുമാനം റസൂലിനോട് അവർ പറഞ്ഞത് മദീനയിലേക്ക് വന്ന ഒരു മദീനയെ ആക്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രം തിരിച്ചങ്ങോട്ട് ആക്രമിച്ചാൽ മതി. ഇത് പ്രായമായ ആളുകൾക്കാണല്ലോ കൂടുതൽ കുറച്ചൊക്കെ ഇത്തരം കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക, പക്വത ഉണ്ടാവുക അവർക്കാണല്ലോ. ബദർ യുദ്ധത്തിന് ശേഷം മദീന കുറച്ചുകൂടെ
ഒരു ഭരണവ്യവസ്ഥയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രവാചകൻ അതിൻ്റെ ഭരണാധികാരിയും അതുപോലെ തന്നെ കുറച്ചുകൂടി ഡെവലപ്പായി കുറേ യഹൂദരായിട്ടുള്ള പല ഗോത്രങ്ങളും ഈ പറഞ്ഞ പോലെ ഭയപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഇവരുമായിട്ട് ഒരു ഐക്യത്തിൽ ഏർപ്പെടാനും അങ്ങനെ ഈ പറയുന്ന പ്രവാചകൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഭരണാധികാരിയായി അംഗീകരിച്ചുകൊണ്ട് അവിടെ താമസിക്കാനൊക്കെ സന്നദ്ധരായിരുന്നു. അവർ ഇസ്ലാം സ്വീകരിക്കാതെ തന്നെ അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയും അന്ന് ചില ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ മാറുന്നൊരു സാഹചര്യവും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഈ പ്രായമായ ആളുകൾ പറയുന്നത്, ആ പ്രായമായ ആളുകളുണ്ടല്ലോ, ആ ആളുകൾ പറഞ്ഞതാണ് ശരിയെന്ന് പിന്നീട് ഈ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സംഭവിച്ച സംഭവങ്ങൾ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ആ പക്വതയോടുകൂടി പറഞ്ഞ ആളുകളെ പിന്നീട് ഇവരെന്താ വിളിച്ചതെന്നറിയാം? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരെ മുനാഫിക്കുകൾ എന്നാണ് വിളിച്ചത്. പക്വതയോടുകൂടി പാകതയോടുകൂടി അവർ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമ്പോൾ മാത്രം ഇനി അത് ചെയ്താൽ മതിയെന്നും അങ്ങോട്ട് ചെന്ന് നമ്മളൊരു യുദ്ധത്തിന് പുറപ്പെടേണ്ടതില്ല, ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം പറഞ്ഞ ആളുകളെ ഇവർ പിന്നീട് മുനാഫിക്കുകൾ എന്ന് വിളിച്ചു. കാരണം അതിനൊരു കാരണവും കൂടിയുണ്ട്. അവർ വഴിമധ്യേ അവർ തിരിച്ചു പോരുന്നുണ്ട്. ആ തിരിച്ചു പോന്നത് കൊണ്ട് തന്നെ അവരെ മുനാഫിക്കുകൾ എന്ന് വിളിക്കും. ഇത് അവർ പറഞ്ഞ തീരുമാനമായിരുന്നു ശരിയെന്ന് ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. പ്രായമുള്ളവരുടെ അഭിപ്രായം ശത്രുക്കൾ മദീനക്കുള്ളിൽ പ്രവേശിച്ചാൽ മാത്രം അവരെ നേരിട്ടാൽ മതി എന്നായിരുന്നു. മുസ്ലിങ്ങളുടെ സുരക്ഷിതത്വത്തിന് കൂടുതൽ അനുയോജ്യം ഇതായിരുന്നതിനാൽ നബിക്കും ഇതിനോടായിരുന്നു യോജിപ്പ്. അബ്ദുല്ലാഹിബിന് നബിക്കും ഇതിനോടായിരുന്നു യോജിപ്പ്. ഈ പക്വതയുള്ള തീരുമാനമാണെന്ന് നബിക്ക് യോജിച്ചു. നബിക്ക് അതിനോട് തന്നെയാണ് യോജിപ്പുണ്ടായിരുന്നത്. പക്ഷേ ചില ആളുകളുടെ വാക്കുകൾ കേട്ട് നബി ആ പടയങ്കി അണിയുകയാണ് ചെയ്തത്. അബ്ദുല്ലാഹിബിൻ ഉബയ്യനും സുലൂലും ഈ അഭിപ്രായം തന്നെ പ്രകടിപ്പിച്ചു. എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന് വഴങ്ങി നബി പടയങ്കി അണിഞ്ഞു യുദ്ധത്തിന് പുറപ്പെട്ടു. മഹാന്മാരായ ചില സ്വഹാബിമാർ നബിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരുങ്ങിയ സ്ഥിതിക്ക് ഇനി പിന്മാറാൻ നിവൃത്തിയില്ലെന്നായിരുന്നു നബി മറുപടി പറഞ്ഞത്. മഹാന്മാരായ ചില സ്വഹാബികൾ, ചിലപ്പോൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ അതുപോലുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളായിരിക്കണം, നബിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കണം. അവർ ഇതിൽ നിന്ന് പിന്തിരിയാൻ നബിയോട് ആവശ്യപ്പെട്ടെങ്കിലും നബി അതിന് തയ്യാറായില്ല. 1000 പേരടങ്ങിയ സൈന്യവുമായി നബി പുറപ്പെട്ടു. അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂലിൻ്റെ നേതൃത്വത്തിൽ 1/3 വിഭാഗം വഴിക്ക് വെച്ച് അവർ പിൻവാങ്ങി. താൻ പറഞ്ഞത് തള്ളി മുഹമ്മദ് കുട്ടികളുടെ അഭിപ്രായം തിരഞ്ഞെടുത്തു എന്നാണ് അയാൾ കാരണം പറഞ്ഞത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നബി സൈന്യത്തെയും കൊണ്ട് ഉഹുദ് മലയിലേക്ക് നീങ്ങി. സൈന്യത്തെ വളരെ കൃത്യമായി ക്രമീകരിച്ചു. പിന്നിൽ നിന്ന് ഖാലിദ് ബിൻ വലീദിൻ്റെ ആക്രമണത്തെ ഭയന്ന് ഉഹുദ് മലയുടെ മുൻപിലുള്ള ചെറിയ മലയിൽ കുറേ അമ്പെയ്ത്തുകാരെ നിർത്തി. അബ്ദുല്ലാഹിബിനു ജുബൈർ ആയിരുന്നു അവരുടെ നേതാവ്. മുസ്ലിങ്ങൾ ജയിച്ചാലും തോറ്റാലും എന്തു വന്നാലും സ്ഥലം വിടരുതെന്ന് അവർക്ക് നിർദ്ദേശം നൽകി. യുദ്ധം ആരംഭിച്ചു. ആദ്യ ദ്വന്ദ്വയുദ്ധം നടന്നു. ഖുറൈശികളിൽ നിന്ന് ത്വൽഹ പടക്കളത്തിലിറങ്ങി. അലി ഇറങ്ങി വന്നു, അയാളെ വെട്ടി. ഇവിടെയും സാധാരണ എപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ ഖുറൈശികളെ ആദ്യമായിട്ട് വെട്ടുന്നത് മുസ്ലിം വിഭാഗത്തിലെ അലി റളിയല്ലാഹു അൻഹു ആണ്. തുടർന്ന് ത്വൽഹയുടെ സഹോദരൻ ഉസ്മാൻ മുന്നോട്ട് വന്നു. ഹംസയാണ് അദ്ദേഹത്തെ മറച്ചിട്ടത്. ഘോരമായ ഏറ്റുമുട്ടൽ നടന്നു. ശത്രുപക്ഷത്തു നിന്ന് പലരും നിലംപതിച്ചു. മുസ്ലിങ്ങൾ അസാമാന്യമായ ധീരതയാണ് പ്രകടിപ്പിച്ചത്. ശത്രുക്കളുടെ അണികൾ ഇളകി. അവർ കൈവശമുള്ള വസ്തുക്കൾ ഉപേക്ഷിച്ച് തോറ്റോടാൻ തുടങ്ങി. യുദ്ധം ജയം പൂർണ്ണമായിരുന്നില്ല. അപ്പോഴേക്കും മുസ്ലിങ്ങൾ ശത്രുക്കൾ ഉപേക്ഷിച്ച് പോന്ന സ്വത്തുക്കൾ വാരിക്കൂട്ടാൻ തുടങ്ങി. മലമുകളിൽ കാവൽ നിന്നിരുന്ന അമ്പെയ്ത്തുകാർ ഇത് കണ്ടു. യുദ്ധം അവസാനിച്ചെന്ന് അവർ ധരിച്ചു. യുദ്ധമുതലുകൾ എത്ര കൈവശപ്പെടുത്താൻ കഴിയുന്നോ അതായിരുന്നു യുദ്ധത്തിലെ പങ്കാളിത്തം നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമായി കരുതിയിരുന്നത്. യുദ്ധമുതലുകളാണ് യുദ്ധത്തിൻ്റെ പങ്കാളിത്തം നിർണ്ണയിക്കുന്നതിന് മാനദണ്ഡമായി കരുതിയിരുന്നത്. തൗഹീദല്ല കേട്ടോ. തൗഹീദിന് വേണ്ടി ഒരാളുടെ ഈമാൻ അവിടെ ചെക്ക് ചെയ്യണത് എങ്ങനെയാണ്? യുദ്ധമുതൽ എത്ര ഒരാൾ പിടിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചാണ്. ഒരാൾ ഒരു കൊട്ട നിറച്ച് യുദ്ധ സ്വത്തുക്കൾ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ ഗനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. അന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കിതാബിൽ നിന്ന് തന്നെയാണ് വായിക്കുന്നത്. മുജാഹിദുകൾ ഇറക്കിയിട്ടുള്ള അഹ്ലുസുന്നത്തിൻ്റെ ഈ ഒരു കിതാബിൽ നിന്ന് തന്നെ വായിക്കുന്നത്. പക്ഷേ ഈ ഒരു ചരിത്രവും ബദറിൻ്റെ ചരിത്രവും ഒക്കെ ഞാൻ മറ്റു കിതാബുകളിൽ കൂടി വായിച്ച ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയൊരു തിരിച്ചറിവുണ്ട്. ഈ തരത്തിൽ ഇവർ യുദ്ധത്തിൽ ഖുറൈശികൾ പേടിച്ച് ഓടിപ്പോയത് ഒരു യുദ്ധതന്ത്രമായിരുന്നു. മുസ്ലിങ്ങൾ കരുതുന്നത് എന്താണ്? ഇവരിപ്പം മലയുടെ മുകളിൽ നബി കാവൽ നിർത്തി അമ്പെയ്ത്തുകാരൊക്കെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഈ യുദ്ധമുതലുകൾ വാരിക്കൂട്ടാൻ വേണ്ടി ഗനീമത്ത് സ്വത്തുക്കൾ സ്ത്രീകളെയൊക്കെ പിടിച്ചടക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചത് യുദ്ധം ജയിച്ചിട്ടാണെന്നാണ് മുസ്ലിങ്ങൾ ഇന്നും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്.
എന്നാൽ മറ്റുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ കൂടി നമ്മൾ വിശാലമായിട്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട്. അത് ഖുറൈശികളുടെ ഒരു യുദ്ധതന്ത്രമായിരുന്നു. എന്ത്? പേടിച്ചതുപോലെ ഓടുക, സ്ത്രീകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞുകൊണ്ട് ഓടുക, അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ വെതറിയിടുക. എന്നിട്ട് ആ സാധനങ്ങളിൽ ഇവരെ എന്താ പറയുക, ഇവരുടെ ലക്ഷ്യം ഗനീമത്ത് സ്വത്താണ് എന്നുള്ളത് ഖുറൈശികൾക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ തൗഹീദിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ എന്തോ ഒരു ദഅവത്ത്, ഒരു പ്രബോധനത്തിന് വേണ്ടി, അവരുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടി വേണ്ടി ഇതിനൊന്നുമല്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗോത്രങ്ങൾ പരസ്പരം കൊള്ളയടിച്ച ആ കൊള്ള തന്നെയാണ്. പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവർ അള്ളാഹു എന്ന പേരിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. നേർച്ച വഴിപാടുകൾ അള്ളാഹുവിന് മാത്രമാണ്. ഖുറൈശികൾ അത് വേറെയും ചില അള്ളാഹുവിന് കുറേ മക്കളുണ്ടെന്നും എന്നുള്ളൊരു വിശ്വാസം എന്താ പറയുക വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആ ഒരു ഡിഫറൻറ്റേ ഉള്ളൂ. പക്ഷെ അതൊന്നും തന്നെ, ആ വിശ്വാസങ്ങളൊന്നും തന്നെ ഇവിടെ മാറ്റുരക്കുന്നില്ല. ആ വിശ്വാസങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന യുദ്ധവുമല്ല. ഇത് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളാണ്, അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ അവരെ ഭൗതിക ലോകത്ത് അവർ ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതം രണ്ട് കൂട്ടരും ജീവിക്കുകയാണ്. അതിലൊരു കൂട്ടരുടെ സ്വത്തുക്കളെ അടിച്ചു മാറ്റിയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുന്നു. ഇത്രേ നടക്കുന്നുള്ളൂ. ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഗോത്രങ്ങൾ പരസ്പരം ചെയ്ത ആ സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഇതിൽ മലക്കുകൾ പങ്കെടുത്തു, അള്ളാഹുവിൻ്റെ ഓർഡർ, അങ്ങനെ ഒരു ചുക്കും ഇതിൻ്റെ അകത്തില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം നടന്ന യുദ്ധമാണെങ്കിൽ ഇവർ പരാജയപ്പെടുമോ പ്രിയപ്പെട്ടവരെ? ഈ പറയുന്ന സ്വഹാബത്ത്, ഈ പറയുന്ന അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് തൗഹീദിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ ഗനീമത്ത് സ്വത്തുകൾ കണ്ടപ്പത്തിന് സ്ത്രീകളെ കാണുമ്പോഴത്തേക്ക് മലൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഓടി വരുമോ? ഇല്ല. അവർ ഇഹലോക നശ്വരമാണ്. ഈ നശ്വരമായ ലോകത്ത് അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, മുസ്ലിങ്ങളുടെ ഇസ്സത്തിന് വേണ്ടി പോരാടുകയാണ്. ആ പോരാടുക എന്ന് പറയുന്ന നിയ്യത്തിൽ ആ ഒരു തഖ്വയോടുകൂടി ചെയ്യുന്ന യുദ്ധമാണെങ്കിൽ അവരൊരിക്കലും തന്നെ ഗനീമത്ത് സ്വത്ത് പിടിച്ചെടുക്കാനായിട്ട് പരക്കം പായുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? ജാഹിലിയ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച അതേ ലക്ഷ്യമാണ്. അതേ നിയ്യത്തോടു കൂടി, അതേ വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവരത് ചെയ്യുന്നത്. ഈ ഗനീമത്ത് സ്വത്തുക്കൾ അന്നൊക്കെ ഉണ്ടായിരുന്നത്, പിന്നീട് അത് ഓഹരി വെക്കുന്നതൊക്കെ നബി അതിൻ്റെ നേതൃത്വം തുല്യമായിട്ട് ഓഹരി വെക്കുന്ന അവസ്ഥയുണ്ടായി. ആദ്യം ഓരോരുത്തരും അവനവർക്ക് കിട്ടുന്നത് വാങ്ങി പോക്കറ്റിലിട്ട് കൊണ്ടുപോവുകയാണ്. സ്ത്രീകൾ ഓരോരുത്തരും ഇഷ്ടപ്പെട്ട് ഓരോരുത്തർ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. പിന്നീട് ആ ഒരു അവസ്ഥ മാറി. ഇത് ബദർ യുദ്ധത്തിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഈ പറയുന്ന സ്വഹാബത്തൊക്കെ പരമാവധി അത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടിയോ തൗഹീദിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയോ ഒന്നുമല്ല. നിങ്ങൾ ഈ ചരിത്രങ്ങൾ നിഷ്പക്ഷമായി ഈ ഒരു കിതാബിൽ നിന്നല്ല, പല പല കിതാബുകളിൽ നിന്ന് ഇതേ സെയിം സംഭവം വിവരിക്കുന്ന സംഭവങ്ങളുണ്ട്. നമ്മളതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. വെറുതെ നമ്മൾ ഒരു ആരോപണം ഉന്നയിച്ച് ഇത് മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുന്നതൊന്നുമല്ല. ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയതല്ലല്ലോ ഗ്രന്ഥങ്ങളിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ബാക്കി എന്താ പറയണത് നോക്കാം. നബിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി അമ്പെയ്ത്തുകാർ മലമുകളിൽ നിന്നിറങ്ങി അവസരം പാർത്ത് ഒളിച്ചിരുന്ന ഖാലിദ് ബിൻ വലീദ് സന്ദർഭം ഉപയോഗപ്പെടുത്തി. അദ്ദേഹം മലമുകളിൽ കയറി പിന്നിൽ നിന്ന് മുസ്ലിങ്ങളെ പൊടുന്നനെ ആക്രമിച്ചു. മുസ്ലിങ്ങളുടെ അണി തെറ്റി. സ്ഥിതിയാകെ അവതാളത്തിലായി. ശത്രുക്കൾക്ക് നേരെ ചുറ്റിയ വാളുകൾ സ്വന്തം സഹോദരൻ്റെ മേൽ പതിക്കുകയായിരുന്നു. നബിയുടെ ജീവൻ പോലും അപകടത്തിലാവുമെന്ന അവസ്ഥയിലായി. നബിയുടെ തലക്ക് പരിക്കുപറ്റി, കവിൾത്തടങ്ങൾ മുറിവേറ്റു, പല്ലുപൊട്ടി, കുഴിയിൽ വീണു, തിരുശരീരം രക്തത്തിൽ കുളിച്ചു. അതിന് ശത്രുക്കളിൽ നിന്ന് ഒരാൾ മുഹമ്മദ് നബി വധിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് മുസ്ലിങ്ങളുടെ മനസ്സുകളെ ആകെ തളർത്തിയെങ്കിലും ശത്രുക്കൾ യുദ്ധം നിർത്തുന്നതിന് പ്രേരിപ്പിച്ചു. ഇനി നാം യുദ്ധം ചെയ്യുന്നത് എന്തിനാണെന്ന് അവർ ചിന്തിച്ചു. ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് നിർത്തിവെക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ഇനി നാം യുദ്ധം ചെയ്യുന്നത് എന്തിനാണെന്ന് അവർ ചിന്തിച്ചു. മുഹമ്മദ് മരിച്ചിട്ടില്ല എന്നും കഅബ് ബിൻ മാലിക് ബിൻ അൻസാരി വിളിച്ചു പറയാൻ ശ്രമിച്ചുവെങ്കിലും നബി അദ്ദേഹത്തെ വിലക്കി. നബി മരിച്ചിട്ട് ഇനി നാം എന്തിന് ജീവിക്കുന്നു എന്ന് പോലും ചിലർ ചിന്തിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞു ഒരു സഹാബി. ആ സ്വഹാബിയോട് നബി മിണ്ടല്ലേ എന്ന് പറഞ്ഞു. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ നബിയെ അവർ വന്ന് കൊല്ലുന്നൊരവസ്ഥ ഉണ്ടാകും എന്ന് പേടിച്ചിട്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നബിക്ക് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചു. ഈ പറയുന്ന സംഭവങ്ങൾക്കിടയിൽ ഞാൻ ഒരു സലഫി പണ്ഡിതൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്ന ഉഹദ് യുദ്ധം വിവരിക്കുന്ന ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവർക്ക് ഈ സമയത്ത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവർ പരിഭ്രാന്തരാകുന്നൊരവസ്ഥ.
ഈ ഗനീമത്ത് സ്വത്തുക്കൾ കണ്ടിട്ട് അവർ കംപ്ലീറ്റ് റിലേയും പോയി. എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ പിതാവിനെ, ഈ പറയുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, ആ സ്വഹാബികളിൽ തന്നെ പെട്ട മറ്റൊരു സ്വഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ അബൂ ഹുദൈഫയെ കൊന്നുകളഞ്ഞു. മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ കൊല്ലുന്ന ഒരു സാഹചര്യം പോലും ഈ ഒരു അവസരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇത്രയേറെ സ്വത്തിനോട്, ഗനീമത്ത് സ്വത്തുക്കളോട് ആക്രാന്തം പിടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമായി, എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു വലിയ പരാജയം തന്നെ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്ത ഒരു സമൂഹമായിട്ട് ഈ സ്വഹാബ കിറാം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇത് വായിക്കുമ്പോഴൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ സ്വഹാബത്തിലൊക്കെ എന്ത് മാതൃകയാണ് നമുക്കുള്ളത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ, ഇപ്പോൾ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചു, ഈ സ്വഹാബികൾ ആരാണ്? ആ കൽപ്പനയെപ്പോലും ധിക്കരിച്ചുകൊണ്ട്, പ്രവാചകൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ധിക്കരിച്ചുകൊണ്ട് ആക്രാന്തം പിടിച്ച് സ്വത്തുക്കൾ വാരിക്കൂട്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ സ്വഹാബത്തിൻ്റെ തഖ്വ എത്രയുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വഹാബാക്കളെ നമ്മളൊന്നും പറയാൻ പാടില്ല, അവർ ചെയ്ത തെറ്റുകൾ അതൊന്നും തെറ്റുകളല്ല, അതൊക്കെ നന്മയാണ് എന്ന് തൊടാതെ വിഴുങ്ങുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ, ഇത്തരം പ്രവൃത്തികളൊക്കെ എങ്ങനെ നമ്മൾ ന്യായീകരിക്കും? ഈ സ്വഹാബത്ത് ചെയ്ത ഈ ആക്രാന്തം കാരണം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്തിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ വിളിച്ച് അവർ തൗഹീദ് സ്വീകരിച്ചു, ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ ഈ പറയുന്ന സ്വഭാവങ്ങളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, തൗഹീദ് ഒരാൾ സ്വീകരിച്ചാൽ, ഒരാൾക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ അവൻ കംപ്ലീറ്റ്ലി, അവൻ്റെ ലൈഫ് കംപ്ലീറ്റ് മാറും, അവൻ വളരെ പരിശുദ്ധമായി ജീവിതം നയിക്കുന്നവനായിരിക്കും, അവൻ്റെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ചേഞ്ച് ആവുമെന്ന്, എന്നിട്ട് അവൻ നല്ല വ്യക്തിയായിരിക്കുമെന്ന് തൗഹീദുള്ള ആളുകൾക്ക്. എന്നിട്ട് ഞാൻ അതിന് പറഞ്ഞു, അങ്ങനത്തെ ഒരു 10 ആളെ അല്ലെങ്കിൽ 100 ആളെ എനിക്ക് കാണിച്ചു തരുമോ? പണ്ഡിത ലോകത്തുള്ള, കേരളത്തിൽ അറിയപ്പെടുന്ന സലഫി പണ്ഡിതന്മാർ തൗഹീദിൻ്റെ വലിയ പടനായകരാണല്ലോ, അങ്ങനെയുള്ള നല്ല വ്യക്തികളുടെ ഒരു 10 പേരെ എനിക്ക് കാണിച്ചു തരുമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് അവസ്ഥ. ഈ സ്വഹാബത്തിൻ്റെ സ്വഭാവം, അവർ ജാഹിലിയ കാലഘട്ടത്തിൽ ഗോത്രങ്ങളെ കൊള്ളയടിച്ച് ജീവിച്ച ആ ഒരു എന്താ പറയുക, ജാഹിലിയ സ്വഭാവം ഉണ്ടല്ലോ, വൃത്തികെട്ട മ്ലേച്ഛകരമായ ആ ഒരു സ്വഭാവം, ആ സ്വഭാവം അവർക്ക് തൗഹീദ് സ്വീകരിച്ചു അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നതുകൊണ്ട് മാറിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ആക്രാന്തം പിടിച്ചിട്ട് ആ സ്വത്തുക്കൾ തേടി അത് പിടിച്ചടക്കാൻ വേണ്ടി പോയത്. നബിക്ക് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന് നേരെ വരുന്ന വെട്ടും കുത്തും അവർ ഏറ്റുവാങ്ങുകയായിരുന്നു. ഉഹുദിൽ ധീരനായി, പോരാളിയായി, പർവ്വതം പോലെ ഉറച്ചു നിന്ന് സമരം ചെയ്ത നബി അസാമാന്യമായ കരുത്താണ് പ്രകടിപ്പിച്ചത്. എവിടെ മുഹമ്മദ്, ഞാൻ അവൻ്റെ പണി കഴിക്കട്ടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഉബയ്യ ബിനു ഖലഫ് ചീറിപ്പാഞ്ഞു വന്നു. അവനെ നേരിടാൻ തുനിഞ്ഞ മുസ്ലിങ്ങളെ തടഞ്ഞ നബി ഒരു അൻസാരിയിൽ നിന്നും കുന്തം വാങ്ങി ആ ശത്രുവിൻ്റെ കഴുത്തിനൊരു കുത്ത്. ഒരു അൻസാരി ആയിട്ടുള്ള സ്വഹാബിയുടെ കയ്യിൽ നിന്ന് കുന്തം നബി വാങ്ങിച്ചിട്ട് ഈ ചീറിപ്പാഞ്ഞ് വന്ന ഉബയ്യ ബിനു ഖലഫിൻ്റെ കഴുത്തിന് കുന്തം കൊണ്ടൊരു കുത്തു കൊടുത്തു. മുഹമ്മദ് എന്നെ കൊന്നു എന്ന് അട്ടഹസിച്ചുകൊണ്ട് അയാൾ പിന്നിലേക്ക് വലിഞ്ഞു. അയാളുടെ മുറിവ് പരിശോധിച്ച ഖുറൈശികൾ സാരമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷേ ആ മുറിവ് കൊണ്ട് അയാൾ അവസാനം മരണപ്പെടുകയാണ് ചെയ്തത്. മുസ്ലിങ്ങളുടെ മുഖത്ത് അഗാധമായ ദുഃഖം. എന്തേ നിങ്ങളൊക്കെ ഇങ്ങനെ വിഷാദിച്ച് നിൽക്കാൻ? അനസ് ബിനു നദിർ ചോദിച്ചു. റസൂലുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു, അവർ പറഞ്ഞു. അദ്ദേഹത്തിന് ശേഷം നാം എന്തിന് ജീവിക്കുന്നു? അദ്ദേഹം ജീവൻ ബലവഴിച്ച ആ കാര്യത്തിന് നാമും ജീവൻ ബലവഴിക്കുക. ഇത് പറഞ്ഞ് പടക്കളത്തിലേക്ക് ചാടിയ അനസ് രക്തസാക്ഷിയായി. വെട്ടും കുത്തുമേറും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 70 മുറിവുകളുണ്ടായി. ഈ സമയത്തൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണെന്നുള്ളത് ഒരു പിടുത്തമല്ലോ കേട്ടോ. ഞാൻ വായിച്ച ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും നബിയെ കാണാനില്ല. അതുവരെ മുമ്പിൽ നിന്ന് നയിച്ച് ഇവർക്ക് പ്രചോദനം നൽകിയ നേതാവിനെ പിന്നെ കാണുന്നില്ല. പിന്നീട് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് ഒരു കുഴിയിൽ നിന്നാണ്. അത് നമ്മൾ വായിക്കാം. റസൂലിൻ്റെ മുഖത്ത് പടത്തൊപ്പി 2 കണ്ണികൾ തറച്ചു. അവ പല്ലുകൊണ്ട് പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനുള്ള അബൂ ഉബൈദയുടെ 2 മുൻപല്ലുകൾ പറഞ്ഞുപോയി. അപ്പോൾ റസൂലിൻ്റെ മുഖത്ത് ഒരു അമ്പ് തറച്ചിരുന്നു. റസൂലിൻ്റെ പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു. ആ അമ്പുകൾ പറിച്ചെടുക്കാനായിട്ട് അബൂ ഉബൈദ പറിച്ചെടുക്കുന്ന സമയത്ത് ആ പറിച്ചെടുക്കാൻ ചെന്ന അബൂ ഉബൈദ എന്ന് പറയുന്ന സ്വഹാബിയുടെ 2 മുൻപല്ലുകളും പോയി. അബു ആമിർ റാഹിബ് കുഴിച്ച കുഴിയിലാണ് ഉഹുദിൽ റസൂലുള്ളാഹി വീണത്. ത്വൽഹ കുഴിയിലേക്ക് ചാടി റസൂലിനെ എഴുന്നേൽപ്പിച്ചു. ഒരു കല്ലിൽ ചവിട്ടി മുകളിലേക്ക് കയറാൻ റസൂൽ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. ത്വൽഹ സ്വയം നബിക്ക് കയറാനുള്ള ഒരു കോണിയായി നിന്നുകൊടുത്തു. അങ്ങനെ ത്വൽഹയുടെ പുറത്ത് റസൂൽ കയറി നിന്ന് ത്വൽഹ പതുക്കെ പൊങ്ങി റസൂൽ കല്ലിൽ ചവിട്ടി മുകളിലെത്തി. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉഹുദിന് സാക്ഷ്യം വഹിച്ചു. യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് 70 പേർ രക്തസാക്ഷികളായി. ഹംസ അവരിൽ ഉൾപ്പെടുന്നു. ബദറിൽ ഉത്തുബയെ വധിച്ചത് ഹംസയായിരുന്നു.
ഉത്ബയുടെ മകളും അബൂ സുഫിയാൻ്റെ പത്നിയുമായി ഹിന്ദ് ഹംസയുടെ അവയവങ്ങൾ ഛേദിച്ചു വയറ് കീറി കരൾ പുറത്തെടുത്ത് ചവച്ചു തുപ്പി. രക്തസാക്ഷികളുടെ കാതും മൂക്കും അരിഞ്ഞെടുത്ത് അവർ മാല കോർത്തു. ഇത് ഒരു സ്ത്രീ ചെയ്ത, മുസ്ലിങ്ങളോട് ചെയ്ത, ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആളോട് ചെയ്ത കൊടിയ ക്രൂരതയുടെ ഒരു കാര്യമാണ്. ഈ കൊടിയ ക്രൂരത കാണിക്കാനുള്ള കാരണം, ഈ പെണ്ണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം, ഈ സ്ത്രീ അങ്ങനെ ചെയ്യാനുള്ള കാരണം, ആ സ്ത്രീയുടെ പിതാവിനെയും സഹോദരനെയും ഒക്കെ ബദർ യുദ്ധത്തിൽ വെച്ച് കൊന്നുകളഞ്ഞത് ഈ ഹംസ എന്ന് പറയുന്ന സ്വഹാബിയായിരുന്നു. നബിയുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂ സുഫിയാൻ്റെ ഭാര്യയായ ഹിന്ദിൻ്റെ പിതാവിനെ ബദർ യുദ്ധത്തിൽ വെച്ച് ക്രൂരമായി കൊന്നത് ഈ ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഈ അതേ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പകരം വീട്ടുക എന്നുള്ളത് ആ സ്ത്രീയെ എടുത്ത ഒരു പ്രതിജ്ഞയായിരുന്നു. ആ സ്ത്രീ അത് ഉഹുദ് യുദ്ധത്തിൽ നടപ്പാക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കൊന്ന ശേഷം അദ്ദേഹത്തിൻ്റെ മാറ് പിളർന്ന് അദ്ദേഹത്തിൻ്റെ കരൾ പുറത്തെടുത്തിട്ട് അത് തൻ്റെ വായ കൊണ്ട് ചവച്ചു തുപ്പി. ഒരു സ്ത്രീ അങ്ങനെ ചെയ്യണമെങ്കിൽ ആ സ്ത്രീ ഈ പറയുന്ന പിതാവിനെയും സഹോദരനെയും ഒക്കെ ബദർ യുദ്ധത്തിൽ ഈ പ്രവാചകനും അനുയായികളും കൊന്നതിലുള്ള അവരുടെ രോഷമാണ്. അവർ തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ കോടതി സംവിധാനങ്ങളൊന്നുമില്ല. തിരിച്ചങ്ങോട്ട് പ്രവർത്തിച്ച് അതിന് നീതി നടപ്പിലാക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അവരവരുടെ ഒരു സമാധാനത്തിന് അത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് കരുതിയിട്ട് അവർ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ഇത് വിശ്വാസികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിതന്മാർ ഈ സംഭവത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മാറ് പിളർന്ന് അദ്ദേഹത്തിൻ്റെ കരൾ ചവച്ച് തുപ്പിയ ഈ ഖുറൈശികൾ ചെയ്ത ദ്രോഹം, കൊടിയ അക്രമം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ചെയ്ത തെറ്റ് തന്നെയാണ്, അക്രമം തന്നെയാണ്. ഒരിക്കലും ഒരു മൃതദേഹത്തെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ കൊലക്ക് കൊല എന്നതാണ് അന്നത്തെ നീതി. ആ നീതിയാണ് അവിടെ ചെയ്തത്. ആ പറയുന്ന സ്ത്രീ അത്രയും രോഷം കാണിച്ച് ആ കരൾ ചവച്ച് തുപ്പിയതൊക്കെ തീർച്ചയായിട്ടും പ്രാകൃതമായി അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യവസ്ഥയുടെ ഭാഗമായുള്ള സംഭവം തന്നെയാണ്. ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല, അത് ശരിയുമല്ല. പക്ഷേ ആ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കൂ. അവരുടെ പിതാവിനെയും സഹോദരനെയും ഇത്തരത്തിൽ കൊന്നുകളഞ്ഞൊരു വ്യക്തിയെ മുമ്പിൽ കിട്ടിയിട്ട് അയാൾ ഒന്നും ചെയ്യാതെ അയാളെ പൂമാലയിട്ട് സ്വീകരിക്കുക അല്ലല്ലോ ചെയ്യുക. അത് ഈ ഇസ്ലാമിസ്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ നേരെ തിരിച്ച് നടന്ന ഫാക്റ്റ്, യഥാർത്ഥത്തിൽ അതിന് കാരണമായ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാതെ ഈ സ്ത്രീ ചെയ്ത പ്രവൃത്തിയെ ഭയങ്കരമായിട്ട് പറയുകയും ചെയ്യുന്ന, എന്നിട്ട് അവരോട് ഒരു വൈരാഗ്യം വരുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുകയൊക്കെയാണ് ചെയ്യുക. നമ്മൾ രണ്ട് ഭാഗവും മനസ്സിലാക്കി, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് ഈ വിഷയങ്ങൾ പഠിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് യഥാർത്ഥ കുറ്റവാളികളെന്ന്. ഹംസയെ വധിച്ചത് ജുബൈറിൻ്റെ അടിമയായ വഹ്ഷിയായിരുന്നു. ഹംസയെ വധിച്ചാൽ നീ സ്വതന്ത്രനാണ് എന്ന് യജമാനായ ജുബൈർ വഹ്ഷിക്ക് വാക്കുകൊടുത്തു. തക്കം പാർത്തിരുന്ന വഹ്ഷി തഞ്ചം കിട്ടിയപ്പോൾ ഹംസയുടെ നേരെ ശരമെയ്തു, അദ്ദേഹത്തെ വീഴ്ത്തി. എന്നാൽ വഹ്ഷി പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണുണ്ടായത്. ഇസ്ലാമിൻ്റെ ഭടനായി തീർന്ന അദ്ദേഹമാണ് കള്ളപ്രവാചിത്വം വായിച്ചു വന്ന ഇസ്ലാമിൻ്റെ ശത്രുവായി ഇങ്ങത്ത് വന്ന മുസൈലിമയെ വധിച്ചത്. രക്തസാക്ഷികളായ ഉഹുദിൽ തന്നെ 2-3 പേരെ ഒന്നിച്ച് അവരണിഞ്ഞ അതേ വസ്ത്രത്തിൽ തന്നെ നബി മറവ് ചെയ്തു. പല യുദ്ധങ്ങളും നടത്തിയ മുസ്ലിങ്ങൾക്കുണ്ടായ ആദ്യത്തെ പരാജയമായ ഉഹുദ് ഭാവിക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ പല പാഠങ്ങളും അവർക്ക് നൽകി. അപ്പോൾ ഒരുപാട് പാഠങ്ങൾ നൽകാൻ ഉഹുദ് യുദ്ധം കാരണമായി എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഉഹുദ് യുദ്ധം ഹിജ്റ 3-ാം വർഷം ഷഅബാൻ 15-ന് നടന്നത് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിത അഭിപ്രായം. മറ്റൊരു ദിവസമാണെന്ന് പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നും ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു പര്യവസാനമെന്നും തൗഹീദിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ മുസ്ലിങ്ങളായ നമ്മൾ വിശ്വസിക്കുന്ന ആ പ്രവാചകനും സഹാബത്തിനും ഉണ്ടായ ദാരുണമായ അല്ലെങ്കിൽ നിർഭാഗ്യകരമായ ഒരു പരാജയത്തിൻ്റെ കഥയാണ് ഉഹുദ് യുദ്ധം നമുക്ക് നൽകുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സ്നേഹവും ബഹുമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മളിത് നിഷ്കളങ്കമായിട്ട് പഠിക്കുക. ഇത്തരം യുദ്ധങ്ങൾ, ഇതൊന്നും യുദ്ധങ്ങൾ എന്ന പേരിൽ പറയാൻ കഴിയുന്ന കാര്യമല്ല. കൊള്ളകളാണ്, പരസ്പരമുള്ള സംഘട്ടനങ്ങളാണ്, വൈരാഗ്യവും ദേഷ്യവും അടങ്ങാത്ത പകയും ഒക്കെ തീർക്കാൻ വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പും ചെയ്തിരുന്ന അതേ പ്രവൃത്തി ഇസ്ലാമിന് ശേഷവും തുടർന്നും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും തന്നെ ഒരു വിശുദ്ധ യുദ്ധങ്ങളല്ല. ഒരു യുദ്ധവും വിശുദ്ധ യുദ്ധമല്ല. വിശുദ്ധ യുദ്ധം മീൻസ് ദൈവം തമ്പുരാൻ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ കൽപ്പന പ്രകാരം
ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആത്മീയ നേതാവിൻ്റെയോ നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ ഓർഡർ പ്രകാരം നടന്ന സംഭവമല്ല. അങ്ങനെ ഒരു ദൈവം ഓർഡർ കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു ഓർഡർ കൊടുക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യവും ആ ദൈവത്തിൻ്റെ എന്താ പറയുക ആ ഒരു മാനസികാവസ്ഥയൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇത്തരുണത്തിൽ അത്തരത്തിലുള്ളൊരു ചർച്ചകളിലേക്ക് നമ്മൾ മുതിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത്, രണ്ട് ഭാഗത്തും നടന്നിട്ടുള്ള ഈ പക തീർക്കലിൻ്റെ കഥകളാണ് ഈ പറയുന്ന യുദ്ധങ്ങളിൽ അധികവുമുള്ളത്. അതിന് തുടക്കം കുറിച്ചത് ബദർ യുദ്ധമാണ്. അന്യായമായിട്ട് ഖുറൈശികളുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ 70 പേരെ കൊല ചെയ്ത് കളഞ്ഞതുകൊണ്ട് അവരിലുണ്ടായ പക തീർക്കാൻ വേണ്ടി അവർ വന്നു തിരിച്ചടിച്ചു. അതേ 70 പേരെ ആ ഖുറൈശികൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊന്നുകളഞ്ഞു. ഒരാളെ പോലും കൂടുതലായി കൊന്നില്ല. ഈ 70 പേരുടെ രക്തത്തിന് പരിഹാരമായി, അതിന് പ്രതിക്രിയയായി, അല്ലെങ്കിൽ അതിന് നീതി നടപ്പിലാക്കിക്കൊണ്ട് ഖുറൈശികൾ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് 70 പേരെ കൊല്ലുകയും ഈ പറഞ്ഞ രൂപത്തിൽ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. ഇവിടെ അടിവരയിട്ട് ഞാൻ ചിന്തിച്ചൊരു പോയിന്റ് കൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബദർ യുദ്ധത്തിൽ അവർ വിജയിച്ചു. ഈ യുദ്ധത്തിൽ, ഉഹുദ് യുദ്ധത്തിൽ ഖുറൈശികൾ വിജയിച്ചു. ഈ ചരിത്രം ഞാൻ വായിച്ച ഒരു ഗ്രന്ഥത്തിലും മുസ്ലിങ്ങൾ ബദർ യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു, അവിടുന്ന് ബന്ദികളെ പിടിച്ചു. ഉഹുദ് യുദ്ധത്തിൽ ജയിച്ചത് ഖുറൈശികളാണ്. ഈ ഖുറൈശികൾ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ബന്ദികളാക്കിയിട്ട് എത്ര സ്ത്രീകളെ കൊണ്ടുപോയി? സ്വഹാബികളുടെ ഭാര്യമാരായിട്ടുള്ള ആളുകളെ ഖുറൈശികൾ കൊണ്ടുപോയോ? അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഖുറൈശികൾ കൊണ്ടുപോയോ? ഞാൻ ഈ വായിച്ച ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവർ എഴുതാൻ വിട്ടുപോയതാണെന്ന് എനിക്കറിയില്ല. ഈ ഗ്രന്ഥങ്ങളിൽ അതില്ല. എന്നാൽ മുസ്ലിങ്ങൾ ജയിച്ച ബദർ യുദ്ധത്തിൽ ഈ പറയുന്ന സ്വത്തുക്കൾ, ഖുറൈശികളുടെ സ്വത്തുക്കൾ മുഴുവനും അടിച്ചു മാറ്റി അവരുടെ സ്ത്രീകളെ പിടിച്ചു വെച്ചു. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ അടിമകളായിട്ട് പിടിച്ചു വെച്ചു. ഉഹദ് യുദ്ധത്തിൽ ജയിച്ച ഖുറൈശികൾ മുസ്ലിങ്ങളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ സഹോദരിമാരെയോ ഒന്നും അങ്ങനെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയിട്ടതായിട്ട് ഈ ചരിത്രങ്ങളിലില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷേ മുസ്ലിങ്ങൾ എഴുതിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കിതാബിൽ പോലും അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് എല്ലാ സ്നേഹവും ബഹുമാനവും നിലർത്തി ചോദിക്കാനുള്ളത്, ഇതിൽ ആരുടെ ഭാഗത്താണ് ധാർമ്മികത? ആരാണ് ഈ വിഷയങ്ങളിൽ തമ്മിൽ തല്ലിയതും കൊല വിളിച്ചതും ഒക്കെ മോശം മ്ലേച്ഛകരമായ കാര്യമാണ്. നമുക്കതിലൊന്നും തർക്കമില്ല. അവരിങ്ങോട്ട് ഇപ്പോൾ യുഹുദ് യുദ്ധം അവരിങ്ങോട്ട് വന്ന്, ഖുറൈശികൾ ഇങ്ങോട്ട് വന്ന് അക്രമം നടത്തിയ സംഭവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും നമുക്ക് പറയാനില്ല. അവർ ചെയ്തത് അവർ പകരം വീട്ടിയ ഒരു യുദ്ധമാണ്. അത് വസ്തുതയാണ്, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഗനീമത്ത് സ്വത്തിൻ്റെ കാര്യങ്ങൾ, സ്ത്രീകളെ പിടിച്ചെടുക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും ഖുറൈശികൾ ചെയ്തതായിട്ട് ഈ പറഞ്ഞ ചരിത്ര ഗ്രന്ഥങ്ങളില്ല. നമ്മളെ വിശേഷ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ. ഞാൻ അതിലൊന്നും പറയുന്നില്ല, നിങ്ങൾ ചിന്തിക്കൂ. ഇതിൽ യഥാർത്ഥത്തിൽ ഹക്കും ബാത്തിലും ഇതൊക്കെ നോക്കി പ്രവർത്തിക്കുന്ന കൂട്ടരാരാണ്? എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുകയും പ്രവാചകനെ നേരിട്ട് കാണുകയും പ്രവാചകനോടൊപ്പം യുദ്ധം ചെയ്യുകയും ചെയ്ത സ്വഹാബത്തിന് ഈ സ്വത്തുക്കൾ കണ്ടപ്പോഴത്തേക്ക് ആക്രാന്തം പിടിച്ച് അവിടുന്ന് റസൂലിൻ്റെ കൽപ്പന തെറ്റിച്ച് ഓടി വരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ സ്വഹാബത്തിൻ്റെ തഖ്വ അപ്പോൾ എത്രയുണ്ട്? നമ്മളിത് തൊണ്ട തൊടാതെ ഇവരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് വിഴുങ്ങുന്ന കാര്യങ്ങളുടെ വസ്തുതകൾ എത്രയുണ്ടെന്ന് ഇനിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിച്ച്, എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. കേവലമായി ഈ പണ്ഡിത പുരോഹിതന്മാർ തരുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങി നമ്മളുടെ ജീവിതം കുട്ടിച്ചോറാകുന്ന അല്ലെങ്കിൽ കുടുസായ രൂപത്തിൽ മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാനും ശാന്തിയും സമാധാനത്തോടും കൂടെ ഇനിയുള്ള കാലഘട്ടം നമുക്ക് ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരിച്ചറിവ് പകർന്നു നൽകലുമാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചിന്തിക്കുന്നവർക്കും തിരിച്ചറിവുള്ളവർക്കുമൊക്കെ ക്ലിയറായി മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് എല്ലാ നന്മകൾക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക്